ഞങ്ങൾ 19-ാം തീയതി ശ്രീനഗറിലെത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എത്തിക്കഴിഞ്ഞൊരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നിന്ന് റോഡ് ഇടിഞ്ഞു പോയി. അതുകൊണ്ട് ഞങ്ങൾ പ്രോഗ്രാമുകളിലൊക്കെ ഒരുപാട് പാളിച്ചകൾ വന്നു. പാളിച്ചകളല്ല, ഞങ്ങൾ കാണാനുള്ളതൊക്കെ കണ്ടു. ഞങ്ങൾ ഇന്നലത്തെ പ്രോഗ്രാം ഞങ്ങൾ പഹൽഗാമായിരുന്നു. അവിടെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് ഞങ്ങൾ റോഡില്ലാത്തത് കൊണ്ട് ഞങ്ങൾ വേറെ വഴിയിലേക്ക് കൂടെയാണ്, ഞങ്ങൾ ഉൾവഴി കൂടെയാണ് ഞങ്ങൾ പോന്നിരിക്കുന്നത്. അതിനെപ്പറ്റി ബാക്കി കാര്യങ്ങൾ സലീം ഖാൻ സംസാരിക്കും. നമ്മൾ കുറേ ദിവസം കൊണ്ട് ആലോചിച്ച ട്രിപ്പായിരുന്നു ഇത്. എന്നെ ഡൽഹിയിൽ പോയിരുമ്പോൾ കാശ്മീർ വരണം എന്നങ്ങനെ പറഞ്ഞങ്ങനെ ഞങ്ങളെല്ലാവരും നിർബന്ധപ്രകാരം ഞങ്ങൾ സ്വന്തമായിട്ടൊരു പാക്കേജ് ഉണ്ടാക്കുകയും അത് പ്രകാരം ഞങ്ങൾ നാട്ടിൽ നിന്ന് പുറപ്പെട്ടു. ബസ്സിന് കയറി മൈസൂരിൽ നിന്നും ഞങ്ങൾ എയർ ബസ്സിന് കയറി എയർപോർട്ടിലെത്തി. ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് ഡൽഹി വന്നു. ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ ട്രെയിനിന് ജമ്മു വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ട്രാവലർ ഏർപ്പാട് ചെയ്തിരുന്നു. 4 ദിവസത്തേക്ക് ഞങ്ങളെ കറങ്ങി തിരിച്ചു കൊണ്ടുവിടാൻ വേണ്ടിയിട്ട്. ആ യാത്രയിൽ ഞങ്ങൾ പോകുന്ന വഴിയിലാണ് മേഘവിസ്ഫോടനം സംഭവിക്കുന്നതും. ഞങ്ങൾ പോയി കഴിഞ്ഞ 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഈ 6 കിലോമീറ്റർ ദൂരത്തുള്ള റോഡ് തകർന്നു പോകുന്നത്. അതിന് ഞങ്ങൾ റൂമിലെത്തുന്നു. ഞങ്ങളിതൊന്നും അറിയുന്നില്ല, ഒരു വിഷയങ്ങളൊന്നും അറിയുന്നില്ല. ഇതിനെക്കുറിച്ച് പുറത്തുള്ളവർ പറയുമ്പോഴാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ കൂടുതലായിട്ട് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ശ്രീനഗർ എത്തുകയും അവിടെ ഞങ്ങൾ പോകേണ്ട സ്ഥലങ്ങളെല്ലാം പിന്നെ നമ്മുടെ പഹൽഗാം എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ പോയി. അപ്പോൾ ഇന്നലെ ഞങ്ങൾ നേരം വൈകിട്ട് പ്രശ്നം വന്ന കാരണം ഞങ്ങൾ വേറെ ട്രെയിൻ ഏർപ്പാട് ചെയ്തിട്ടു. സങ്കൽധാം എന്ന സ്ഥലത്തേക്കുള്ള ട്രെയിനിൽ വന്നു. അവിടെ നിന്ന് ഞങ്ങൾ ആ ഒരു യാത്ര വളരെയധികം പിന്നെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നല്ലൊരു യാത്രയായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ മിലിറ്ററി ക്യാമ്പിൽ ഉള്ളിൽ കൂടി അത്രയും വലിയ മലകളും കുന്നുകളും കയറിയിട്ട് ഞങ്ങളുടെ ടൈമിൽ ട്രെയിനിൽ ഒരു തരത്തിലും വരുന്നത്. പക്ഷെ ഞങ്ങളുടെ കൂടെ ഡ്രൈവറുടെ കാര്യം പറഞ്ഞപ്പോൾ അയാൾ വളരെയധികം ടാസ്ക് എടുത്തുകൊണ്ട് ഞങ്ങളെ കറക്റ്റ് 9:45 9:50 ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുകയും ഞങ്ങൾ അതിനിടെ ഞങ്ങൾക്ക് ഭക്ഷണം വരെ കഴിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ വാഷ്റൂമിൽ വരെ പോയിട്ടില്ല എന്നുള്ളതാണ് ചുരുക്കം. അത്രയും ടാസ്ക് എടുത്തുകൊണ്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ കയറി അവിടുന്ന് വഴി നിർമ്മിച്ച് ഭക്ഷണം വാങ്ങിച്ച് ട്രെയിനിൽ കയറുമ്പോൾ കറക്റ്റ് ട്രെയിൻ സ്റ്റാർട്ടാവുകയും ചെയ്തു. ഇപ്പം ഭക്ഷണം കഴിച്ചു. ഇന്നലെ രാത്രി നല്ലപോലെ ഉറങ്ങി വളരെ റിലാക്സ് ആയി. ഞങ്ങളിതാ 1 മണിക്കൂർ കൊണ്ടാണ് ഞങ്ങൾ ഡൽഹിയിൽ ഞാൻ റൂം എടുത്തിട്ടുണ്ട്. അവിടെ ഇന്ന് ഞങ്ങൾ റെസ്റ്റ് എടുത്ത് നാളെ ഞങ്ങൾ ആഗ്രയ്ക്ക് പുറപ്പെടുത്തുന്നു. ബാക്കി ഇതിലിപ്പോൾ പ്രയാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇതേപോലത്തെ ഒരു ടൂർ പോയ ആളുകൾക്കാണ് ഇപ്പോൾ ഈ അപകടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അവിടെ മസ്ല റോഡും അതിനകത്തും കുറേ വണ്ടിയുള്ള ആളുകളും പോയിട്ടുണ്ടെന്ന് വരും. ഇതിനെക്കുറിച്ച് വ്യക്തമായി ഞാൻ കിട്ടിയിട്ടില്ല. പക്ഷെ ഇന്നലത്തെ പഹൽഗാമിലുള്ള ഒരു അപകടം വല്ലാത്ത പ്രയാസമായി പോയി. കുറേ മലയാളീസ് ഇപ്പോൾ അവിടെ ഇവിടെ ഭാഗങ്ങളിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. അവരൊക്കെ വേറെ രക്ഷപ്പെടുത്തും. അതിനൊക്കെ അവരെല്ലാം നിങ്ങളെ പ്രാർത്ഥനയിൽ അവരൊക്കെ പെടുത്തും.